വക്കീലന്മാരുടെ ആവശ്യകത സാറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊക്കെ ഒരു ചോരയായിട്ട് വരുന്നവരാണല്ലോ. അപ്പൊ ഞങ്ങളെ ലോ കോളേജുകാരെ ഇങ്ങനെ ഒഴിവാക്കി കളയരുത്, വക്കീലന്മാരെ നമുക്ക് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം എന്നൊരു റിക്വസ്റ്റ് ആണ്. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി ഇലക്ഷന് മുമ്പ് നടന്ന പുതുയുഗ യാത്രയിൽ ഓരോ ജില്ലകളിലും സന്ദർശിച്ച സമയത്ത് താൻ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ അന്ന് കുറിച്ചു വച്ചിരുന്നത് നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷം മുഖ്യമന്ത്രി തൻ്റെ വാക്കുകളിലൂടെ തൻ്റെ സോഷ്യൽ മാധ്യമത്തിൽ കൂടി പുറത്തുവിടുന്ന ഒരു വീഡിയോ ആണ്. പുതുയുഗ യാത്രയ്ക്കിടയിൽ മുഖ്യമന്ത്രി കോഴിക്കോട് എത്തിയപ്പോൾ അവിടുത്തെ ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഇന്ന് തൻ്റെ വീഡിയോയിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അന്ന് തന്നോട് ആവശ്യപ്പെട്ട ആ കാര്യം ഇന്ന് അതിന് ഒരു മറുപടി എന്നോണം സർക്കാർ ലോ കോളേജുകളിൽ 35 അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവ് കൈമാറുന്ന ഈ ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഇത് യഥാർത്ഥത്തിൽ പുതുയുഗ യാത്ര നടത്തിയപ്പോൾ കോഴിക്കോട് ലോ കോളേജിൽ ഒരു വിദ്യാർത്ഥിനി വന്നു. അവരനുഭവിക്കുന്ന വിഷയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എൻ്റെ പേര് നിധി, ഞാൻ കോഴിക്കോട് ലോ കോളേജിലെ KSU പ്രതിനിധിയാണ്. നമ്മൾക്ക് PSC നിയമനം വെച്ചിട്ടുള്ള ടീച്ചേഴ്സ് ഇല്ല. അപ്പോൾ വക്കീലന്മാരുടെ ആവശ്യകത സാറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളൊക്കെ ഒരു ചോരയായിട്ട് വരുന്നവരാണല്ലോ. അപ്പൊ ഞങ്ങളെ ലോ കോളേജുകാരെ ഇങ്ങനെ ഒഴിവാക്കി കളയരുത്, വക്കീലന്മാരെ നമുക്ക് കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം എന്നൊരു റിക്വസ്റ്റ് ആണ്. താങ്ക് യു. ഞാനത് അന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഞാൻ അപ്പോൾ വാക്ക് കൊടുത്തു, ഞങ്ങളുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുന്നു. ഗവൺമെന്റ് വന്ന ഉടൻ തന്നെ ഞാൻ ഇതിന്റെ ഫയലെല്ലാം അന്വേഷിച്ചു. പിന്നെ റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും സെക്രട്ടറി ഡോക്ടർ അശോക് എല്ലാം വലിയ ഉത്സാഹത്തോടുകൂടി എടുത്തു. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ ഈ അഡ്വൈസ് നമുക്ക് അയക്കാൻ കഴിഞ്ഞത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. പുതുയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട്ടിലെത്തിയ മുഖ്യമന്ത്രിയോട് സമർപ്പിച്ച നിവേദനത്തിൽ പറഞ്ഞിരുന്നത് സർക്കാർ ലോ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും മതിയായ അധ്യാപകരും ഇല്ലെന്ന വിഷയം KSU പ്രതിനിധിയായ ഒരു വിദ്യാർത്ഥിനി അന്ന്, അതായത് ഈ വർഷം ആദ്യം ഫെബ്രുവരി 12 പുതുയുഗ യാത്രയ്ക്കിടയിൽ KSU പ്രതിനിധി കൂടിയായ നിധി എന്ന വിദ്യാർത്ഥിനി കോഴിക്കോട് സംഘടിപ്പിച്ച സംവാദത്തിൽ മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമായിരുന്നു സംസ്ഥാന ലോ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരും മതിയായ അധ്യാപകരും ഇല്ലെന്നുള്ള ഒരു സംഗതി. അന്ന് മുഖ്യമന്ത്രി ഇതിന് തൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അധികാരത്തിലേറി 73-ാം ദിവസം ഇത് നടപ്പാക്കാനായി എന്നാണ് മുഖ്യമന്ത്രി ഈ വീഡിയോയിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.